ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്. അപ്പോൾ നമ്മൾ ഓപ്പണുള്ള ചുരിദാർ കുർത്തികളൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ സ്ലിറ്റ് ഭാഗം അല്ലെങ്കിൽ ഓപ്പൺ വരുന്ന ഭാഗം തയ്ക്കുമ്പോൾ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഉപകാരമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഓപ്പണിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തയ്ച്ച് കൊടുന്നു കേട്ടോ. നമ്മൾ ഷേപ്പിൻ്റെയും വേസ്റ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കുന്നു. ഇവിടെ നിന്നാണ് എനിക്ക് ഓപ്പൺ വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓപ്പൺ വരുന്നത് ഭാഗം. കണ്ടില്ലേ? അപ്പോൾ 1 ഇഞ്ചാണ് നമ്മൾ ഓപ്പണിന് വേണ്ടി അളവ് വിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്കിങ്ങനെ മടക്കി തയ്ച്ചെടുക്കണം. സാധാരണയായിട്ട് ഇങ്ങനെ ആയിരിക്കും മടക്കി തയ്ക്കേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ സ്ലിറ്റ് വേണ്ടി നമ്മളിങ്ങനെ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്കൊക്കെ ചിലപ്പോൾ ചുളിവ് വരാനും അതിൻ്റെ നീറ്റ്നെസ് ഇല്ലാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ എടുത്ത ഭാഗത്തിൽ നിന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങോട്ട് അങ്ങനെ അടിവശം വരെ ഓരോ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ എത്ര നീളം എടുത്തിട്ടുണ്ടോ നമുക്ക് സ്ലിറ്റ് വേണ്ട അതുവരെ 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ 1 ഇഞ്ച് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് ക്ലിയറായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ ഒന്ന് വലിയ സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വലിയ സ്റ്റിച്ച് എടുക്കണം കേട്ടോ തയ്ക്കുമ്പോൾ. ഇവിടെ വലിയ സ്റ്റിച്ച് നമ്മൾ ഈ വരച്ച് കൊടുത്ത ഇതിൽ കൂടെ നമുക്ക് വലിയ സ്റ്റിച്ച് എടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. അങ്ങനെ മൊത്തമായിട്ട് അടിവശം വരെ തയ്ച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ നല്ല വശമല്ല കേട്ടോ, പുറത്തുള്ള നമ്മൾ സാധാരണ ഇങ്ങനെ തയ്ച്ച ഭാഗത്താണ് ഇതും ഇങ്ങനെ തയ്ക്കേണ്ടത്. നല്ല വശത്ത് ഒരിക്കലും തയ്ക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു. ഇതിനെന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തുണി നല്ല കോട്ടൺ ആണെങ്കിൽ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ ഭാഗവും നഖം പിടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മൊത്തമായിട്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത ചുരിദാറിനെ നമ്മളിങ്ങനെ നിവർത്തി പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഉൾഭാഗം. നമ്മൾ തയ്ച്ച ഭാഗം ഇങ്ങനെ വരിക, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്നിട്ട് ഒരു സൈഡ് എടുക്കുക. നമ്മൾ സാധാരണയായിട്ട് ഒരു അര ഇഞ്ചിന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. വീണ്ടും 1 ഇഞ്ചിന് ഇങ്ങനെ ക്ലിയറായിട്ട് മടക്കിയെടുക്കുക കേട്ടോ. കറക്റ്റിൽ നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത്, ഇനി 4 ഇഞ്ചാണ് കൊടുക്കുന്നതിന് ഉള്ളിലോട്ട് എത്രയും മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. വേണമെങ്കിൽ നല്ല രീതിയിൽ ഇതൊന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ മടക്കി വെച്ച ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് തയ്ച്ചു വരാം. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടി വെച്ചിരുന്നല്ലോ നേരത്തെ, അത് സാധാ സ്റ്റിച്ചിലേക്ക് തന്നെ മാറ്റിനെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയാണല്ലോ തുടങ്ങി വെച്ച ഭാഗം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ മറിച്ചിടുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ സ്ലിറ്റിന് കുറച്ച് മുകളിലോട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് സാധാരണ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ തയ്ക്കണ പോലെ തന്നെ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. ഇനി ഈ ഭാഗം അതുപോലെ മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, പതിയെ തയ്ച്ച് കൊടുക്കണം. സ്പീഡ് ഉപയോഗിച്ചാൽ ഇതങ്ങോട്ട്
ഇതാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡും ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ അടിവശം വരെ തയ്ച്ചെടുക്കുക. 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കുക, അല്ലെങ്കിൽ 1/2 ഇഞ്ച് നിങ്ങൾ എടുത്ത ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിലോട്ട് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ വേണം തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് തയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റിൽ നമ്മൾ കൊടുത്ത ഈ തയ്യലുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വലിച്ചാൽ തന്നെ കിട്ടും, നമ്മൾ വലിയ സ്റ്റിച്ചാണല്ലോ കൊടുത്തിട്ട്. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വലിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പതുക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിറ്റ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ വേണമെങ്കിൽ തയ്ച്ചെടുക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചുരിദാർ ടോപ്പുകൾക്കൊന്നും അങ്ങനെ തയ്ക്കാറില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിക്കൊന്നും എല്ലാവരും പ്രയോഗിച്ച് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ടിപ്സിന് വേണ്ടി ലാമിസ് ബോട്ടിക് സബ്സ്ക്രൈബ് ചെയ്യുക.